Hello foodies, welcome back to Marians Kitchen Recipes. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡ്രിങ്ക് ആണ്. നോമ്പെടുത്തതിൻ്റെ ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരൊറ്റ ഡ്രിങ്ക് മാത്രം മതി കേട്ടോ. നമുക്ക് കുറച്ച് ചവ്വരി വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ചവ്വരി അല്ലാന്നുണ്ടെങ്കിൽ സേമിയ എടുത്താലും മതി. ഈ ചവ്വരി എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നും എങ്ങനെ തണുപ്പിക്കേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു ഇഫ്താർ ഡ്രിങ്ക് ചെയ്ത സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്ക് ചെയ്തെടുത്ത് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കുന്ന വലിയ ജാറുണ്ടല്ലോ അത് വേണം എടുക്കാനായിട്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കാം കേട്ടോ. പിസ്തയുടെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നല്ല തണുപ്പിച്ച പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. എത്ര ആൾക്കാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വെള്ള കളറുള്ള പാല് മാറിയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. ഇതിനകത്തോട്ട് ഞാനിവിടെ പിസ്തേൻ്റെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കളറിനും അതുപോലെ നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഈ ഒരു ഐസ്ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെനില ഐസ്ക്രീം ആയാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പാലിന് നല്ലൊരു കൊഴുപ്പും അതേപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചെറിയ ചെറിയ ക്രംസ് ഒക്കെ ഉണ്ട്, അത് നല്ലതാണ്. കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത സാഗോ റൈസ്, അതായത് ചവ്വരി അല്ലാന്നുണ്ടെങ്കിൽ സേമിയ ഏതായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് എത്രത്തോളം ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിനകത്തോട്ട് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഴം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴമാണെങ്കിലും ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മരിയൻസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് മാറ്റി കൊടുക്കാം. എത്ര ആൾക്കാണോ നിങ്ങൾ സെർവ് ചെയ്യുന്നത് അത്രയും ഗ്ലാസ്സിനകത്തോട്ട് മാറ്റി കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി ഐസ്ക്രീമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മരിയൻസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.